ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് SITയുടെ അതിനിർണായക നീക്കം. കണ്ഠരര് രാജീവരരെ അറസ്റ്റ് ചെയ്തത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് പിന്നാലെ. പോറ്റിയെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് തന്ത്രിയെന്ന് SIT കുറ്റം ചെയ്തിട്ടില്ലെന്നും കുടുങ്ങിയെന്നും തന്ത്രി. രാജീവരരെ ഉടൻ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. സ്വർണ്ണക്കൊള്ളയിൽ കേസെടുത്ത് ED. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ശരിയായ ദിശയിലെന്ന് മന്ത്രി VN വാസവൻ. കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന് കോൺഗ്രസ്. എന്തിനാ ചോദ്യം ചെയ്യാൻ അന്വേഷണ ഏജൻസികൾ? എന്തിനാ ചോദ്യം ചെയ്യാൻ? അഭിമുഖം നടത്തിയതല്ലല്ലോ. റിമാൻഡ് റിപ്പോർട്ടുകളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കേസിൽ അന്നത്തെ കാലത്തെ മന്ത്രിയെ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യുന്നത് വെറുതെ അഭിമുഖം രേഖപ്പെടുത്താനല്ലല്ലോ. ആരും നിയമത്തിനതീതരല്ലെന്ന് ചെന്നിത്തല. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് മാത്രം പ്രതികരിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സ്വാമിയെ ശരണമയ്യപ്പ. തുടർഭരണത്തിനുള്ള മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കാൻ LDF യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി 3 മേഖലാ ജാഥകൾ. വടക്കൻ മേഖലയെ നയിക്കുക MV ഗോവിന്ദൻ. മധ്യ തെക്കൻ മേഖലാ ജാഥകൾ ബിനോയ് വിശ്വവും ജോസ് കെ മാണിയും നയിക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 6 സിറ്റിംഗ് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ മാറ്റി പരീക്ഷിക്കാൻ മുസ്ലിം ലീഗ്. കാസർഗോഡ്, മലപ്പുറം, മഞ്ചേരി, തിരൂരങ്ങാടി MLA-മാരെ ഒഴിവാക്കും. കൊണ്ടോട്ടി, തിരൂർ MLA-മാരെ മാറ്റുന്നതിൽ തീരുമാനം പിന്നീട്. മത്സരിക്കുന്നതിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ള MK മുനീറിന് സ്വയം തീരുമാനമെടുക്കാമെന്ന നേതൃത്വം. ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ്. മറ്റത്തൂരിലെ കൂട്ടക്കൂറുമാറ്റത്തിൽ ന്യായീകരണവുമായി റോജി M. ജോൺ MLA. കോൺഗ്രസ് അംഗങ്ങൾ BJP-യിലേക്ക് ചേർന്നു എന്നത് മാധ്യമ വ്യാഖ്യാനം. BJP അംഗങ്ങൾ കോൺഗ്രസിന് പിന്തുണ നൽകിയതെന്നും റോജി. കോൺഗ്രസിന്റെ ഒരാളും BJP-യിൽ പോയില്ല. അവിടെ സംഭവിച്ചത് കോൺഗ്രസ് നിർത്തിയ ഒരു സ്ഥാനാർത്ഥിക്ക് BJP-യുടെ അംഗങ്ങൾ വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അതായത് കോൺഗ്രസ്സുകാർ BJP പോവുകയല്ല, ഇത് BJP-യുടെ അംഗങ്ങൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അതാണ് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടത്. അങ്കമാലിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം സുനിശ്ചിതം. പാർട്ടി പറയുന്നത് കേൾക്കുമെന്നും റോജി ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ. AK ബാലന്റെ മാറാട് പ്രസ്താവനയെ ചൊല്ലി CPIM-ൽ ഭിന്നസ്വരം. പാർട്ടി യോഗത്തിൽ തള്ളിപ്പറഞ്ഞ MV ഗോവിന്ദൻ. മാറാട് വീണ്ടും ഉയർത്തി ഭിന്നതയുണ്ടാക്കാനില്ല എന്ന് TP രാമകൃഷ്ണൻ. കേരളത്തിൽ കലാപമേൽപ്പിച്ച മുറിവിൽ മുഖ്യമന്ത്രി മുളക് പുരട്ടുന്നുവെന്ന് രമേശ് ചെന്നിത്തല. CPIM-ഉം BJP-യും പരസ്പരം പാലൂട്ടുന്ന ശത്രുക്കളെന്നും വിമർശനം. പശ്ചിമബംഗാൾ ഐപാക്കിലെ ED റെയ്ഡിൽ മമതാ സർക്കാരിന്റെ നേർക്കുനേർ യുദ്ധം. 10,000-ങ്ങളെ അണിനിരത്തി മഹാറാലി. രാജ്യതലസ്ഥാനത്ത് MP-മാരെ രംഗത്തിറക്കിയും തൃണമൂൽ പോര്. അമിത്ഷായുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം. ED-യെ തടഞ്ഞ മമതയെ അറസ്റ്റ് ചെയ്യണമെന്ന് ബംഗാൾ CPIM. ഫ്രാൻസിസ് മാർപ്പാപ്പ തുടങ്ങിയ പരിഷ്കരണ നടപടികൾ തള്ളി കത്തോലിക്ക സഭയുടെ പരമോന്നത സമിതി. അപ്പോസ്തലിക കാലഘട്ടത്തിലെ പാരമ്പര്യങ്ങൾ മുറുകെ പിടിക്കാൻ കർദിനാൾ കൺസിസ്റ്ററി തീരുമാനം. വനിതകൾക്ക് പൗരോഹിത്യമോ ഡീക്കൻ പദവിയോ നൽകില്ല. പുനർവിവാഹിതർക്കുള്ള ആശീർവാദം, സഹജീവനം, സ്വവർഗ വിവാഹം എന്നീ വിഷയങ്ങളിൽ പരമ്പരാഗത നിലപാടിലേക്ക് മടക്കം. പാലക്കാട് വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക്. പ്രതിയായ അധ്യാപകന്റെ ഫോണിൽ കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ. സ്കൂളിൽ വെച്ചും ലൈംഗികാതിക്രമമെന്ന് വിദ്യാർത്ഥികളുടെ മൊഴി. താമസിക്കുന്ന സ്ഥലത്തെത്തിച്ചും അധ്യാപകൻ പീഡിപ്പിച്ചെന്ന് കണ്ടെത്തൽ. കിടക്കയിൽ മൂത്രമൊഴിച്ചെന്നാരോപിച്ച് 5 വയസ്സുകാരിയോട് രണ്ടാനമ്മയുടെ ക്രൂരത. സ്വകാര്യ ഭാഗത്ത് ചട്ടുകം ചൂടാക്കി പൊള്ളിച്ചെന്ന് പരാതി. കുട്ടിക്ക് പൊള്ളലേറ്റതായി കണ്ടത് അങ്കണവാടി ടീച്ചർ. പാലക്കാട് കഞ്ചിക്കോട് താമസിക്കുന്ന ബീഹാർ സ്വദേശിയായ നൂർ നാസർ അറസ്റ്റിൽ.
മദ്യബ്രാഞ്ചിന്റെ പേരും ലോഗോയും ക്ഷണിച്ച ബെഫ്കോ നടപടിക്കെതിരെ സർക്കാരിന് നോട്ടീസ് അയച്ച ഹൈക്കോടതി. സർക്കാരിന്റേത് മദ്യ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുന്ന നയമെന്ന ഹർജിക്കാരൻ ബെഫ്കോയ്ക്ക് കിട്ടിയത് 35,000 പേരുകൾ. പുതിയ പേരുകൾ സ്വീകരിക്കുന്നത് നിർത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികൾക്ക് പുഷ്പങ്ങളുടെ പേര് നൽകിയതിൽ താമരയെ ഒഴിവാക്കിയതിനെതിരെ യുവമോർച്ച പ്രതിഷേധം. താമരപ്പൂവുമായി എത്തി പ്രതിഷേധിച്ചത് മന്ത്രിമാരുടെ യോഗം നടക്കുന്നതിനിടെ. താമര രാഷ്ട്രീയ ചിഹ്നമായതിനാൽ ഒഴിവാക്കിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി. കോഴിക്കോട് നാദാപുരം പുറമേരിയിൽ റോഡിൽ സ്ഫോടനം. പൊട്ടിത്തെറിയുണ്ടായത് സ്കൂൾ ബസ് കടന്നു പോകുന്നതിനിടെ. സ്ഫോടക വസ്തു കടലാസിൽ പൊതിഞ്ഞ് റോഡിൽ വച്ച നിലയിൽ. പോലീസ് അന്വേഷണം തുടങ്ങി. ആരോഗ്യ വകുപ്പിന് കീഴിലെ ആശുപത്രികളെ പ്രതിക്കൂട്ടിലാക്കിയ വേണുവിന്റെ മരണത്തിൽ സർക്കാരിനെതിരെ കുടുംബം. ചവറ CHC മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെ നീണ്ട അനാസ്ഥയിൽ കുറ്റക്കാർക്ക് സംരക്ഷണം. സർക്കാർ നെറുകേട് കാണിക്കുന്നുവെന്നും ഭാര്യ സിന്ധു ന്യൂസ് മലയാളത്തോട്. ഏറ്റവും വലിയ നെറുകേടല്ല കാണിച്ചത് എൻ്റെ കുടുംബത്തിനോടും എന്നോടും. ഇനിയെങ്കിലും നീതി പ്രതീക്ഷിക്കണമെങ്കിൽ ഇപ്പം റിപ്പോർട്ട് വന്നിട്ട് അവരുടെ റിപ്പോർട്ട് എന്തായാലും ഗവൺമെന്റിനെ ഏൽപ്പിച്ച് കാണും. എന്നിട്ടും ഇതുവരെ ഒരു വിളി വന്നിട്ടില്ല. നടപടിയില്ലെങ്കിൽ നിയമ പോരാട്ടത്തിന് കുടുംബം. തെരുവുനായ കേസിൽ 3ാം ദിനവും മൃഗസ്നേഹികളെ കുടഞ്ഞ് സുപ്രീം കോടതി. മൃഗസ്നേഹികൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഡൽഹി എയിംസ് ആശുപത്രിയിൽ തെരുവുനായയെ വളർത്തുന്നതിൽ വിമർശനം. ഹർജിയിൽ ചൊവ്വാഴ്ച വാദം തുടരും. ജോലിക്ക് ഭൂമി അഴിമതി കേസിൽ ലാലു പ്രസാദ് യാദവിന് കനത്ത തിരിച്ചടി. CBI നൽകിയ കുറ്റപത്രത്തിന്മേൽ വിചാരണ നേരിടണമെന്ന ഡൽഹി റൌസ് അവന്യൂ കോടതി. ലാലുവും കുടുംബവും ക്രിമിനൽ സംഘമായി പ്രവർത്തിച്ചുവെന്ന് നിരീക്ഷണം. ക്രിമിനൽ ഗൂഢാലോചനയും വഞ്ചനാ കുറ്റവും ചുമത്തി. കേരള നിയമസഭ പാസാക്കിയ മലയാള ഭാഷാ ബില്ലിൽ വിമർശനവുമായി കർണാടക സർക്കാർ. ഭാഷാ ന്യൂനപക്ഷങ്ങളെ അവഗണിക്കുന്ന തീരുമാനമെന്ന് സിദ്ധരാമയ്യയുടെ എക്സ് പോസ്റ്റ്. അതിർത്തി പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ മലയാളം 1ാം ഭാഷയായി പഠിപ്പിക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് വിമർശനം. വെനസ്വേലയിൽ നിന്നുള്ള എണ്ണക്കടത്ത് ആരോപിച്ച് അമേരിക്ക പിടികൂടിയ കപ്പലിൽ 3 ഇന്ത്യക്കാരും. റഷ്യൻ പതാകയുള്ള എണ്ണക്കപ്പലിൽ ആകെയുള്ളത് 28 ജീവനക്കാർ. സംഘർഷം സൃഷ്ടിക്കുന്ന നടപടിയെന്ന് റഷ്യ. ജീവനക്കാരെ ഉടൻ മോചിപ്പിക്കണമെന്ന ആവശ്യം. രാഷ്ട്രീയ ശത്രുതയ്ക്ക് ഒടുവിൽ ശരത് പവാറും അജിത് പവാറും ഒരുമിക്കുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് അജിത് പവാർ. പ്രവർത്തകർ ഒന്നിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പ്രതികരണം. വെളിപ്പെടുത്തൽ മഹായുതി സഖ്യത്തിലെ ചേരിതിരിവുകൾക്കിടെ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ സ്പേസ് എക്സ് ക്രൂ 11 ദൗത്യം വെട്ടിച്ചുരുക്കി നാസ. ക്രൂ അംഗങ്ങളിൽ ഒരാൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നം. മെഡിക്കൽ എമർജൻസി മൂലം യാത്രക്കാരെ ഒഴിപ്പിക്കുന്നത് നാസയുടെ ചരിത്രത്തിലാദ്യം. യുക്രൈൻ തലസ്ഥാനമായ കിയേവിൽ ആക്രമണം ഘടിപ്പിച്ച് റഷ്യ. 4 പേർ കൊല്ലപ്പെട്ടു. അപ്പാർട്ട്മെന്റുകളിലും ഷോപ്പിംഗ് മാളുകളിലും ആശുപത്രി കെട്ടിടത്തിലും മിസൈൽ വർഷം. വ്യാപക നാശനഷ്ടമെന്ന് യുക്രൈൻ സൈനിക വക്താവ്. Sí, ¿por qué no entran? No dejan entrar. ഹോണ്ടുറാസിൽ പ്രതിപക്ഷ നേതാവിന് നേരെ ആക്രമണം. ഗ്ലാഡിസ് ലോപ്പസിനെ ആക്രമിച്ചത് പാർലമെന്റിന് മുന്നിൽ വെച്ച്. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ ഇലക്ട്രോണിക് സ്ഫോടക വസ്തു എറിഞ്ഞതിന്റെ ദൃശ്യം പുറത്ത്. പിന്നിൽ ഭരണപക്ഷമെന്ന് കൺസർവേറ്റീവ് നാഷണൽ പാർട്ടി. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം അതിരൂക്ഷം. രാജ്യതലസ്ഥാനത്ത് തെരുവിൽ തുടർന്ന് ജനക്കൂട്ടം. ഇന്റർനെറ്റും വൈദ്യുതിയും വിച്ഛേദിച്ചു. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയെ നാടുകടത്തണമെന്ന് പ്രക്ഷോഭകർ. സംഘർഷത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 45 പേർ. ഗ്രീൻലാൻഡിൽ അമേരിക്ക കടന്നുകയറിയാൽ വെടിയുണ്ടയായിരിക്കും മറുപടിയെന്ന് ഡെൻമാർക്ക്. ആദ്യം വെടി പിന്നെ ചോദ്യം എന്നത് നിലപാട്. ഉത്തരവിന് കാക്കാതെ അധിനിവേശക്കാരെ ആക്രമിക്കാൻ അനുവാദം നൽകുന്ന നിയമം ഇപ്പോഴും നിലവിലുണ്ടെന്നും പ്രതിരോധ മന്ത്രാലയം.
വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന് ഇന്ന് കൊടിയേറ്റം. ആദ്യ മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ മുംബൈക്ക് മുൻ ചാമ്പ്യന്മാരായ ബംഗളൂരു എതിരാളികൾ. ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീതും വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയും നേർക്കുനേർ. വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങിന് കാത്ത് നവി മുംബൈ. മത്സരം വൈകിട്ട് 7:30 മുതൽ. സ്പാനിഷ് സൂപ്പർ കപ്പ് കലാശപ്പോരിൽ എൽ ക്ലാസിക്കോ പോരാട്ടം. ഫൈനലിൽ റയൽ ബാഴ്സയെ നേരിടും. സൂപ്പർ സെമിയിൽ അത്ലറ്റിക്കോയെ മറികടന്ന് റയൽ അത്ലറ്റിക്കോയെ തോൽപ്പിച്ചത് 1-2 ഗോളിന്.